അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ജീവിതം അല്ലേ, ഒരുപാട് പ്രയാസങ്ങളുണ്ട് അല്ലേ. 5 പവൻ കിട്ടണേ ഇപ്പൊ എത്ര ഉറുപ്പ്യ വേണം? 4 പവന് എനിക്കറിയില്ല. ഇപ്പൊ 70 ചിലപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയൊക്കെ ഉണ്ടല്ലേ? എത്ര? അപ്പോ ഒരു കുട്ടിനെ കെട്ടിക്കപ്പോ എത്ര ചെലവ് വരും? സുമാറ് 4 പവനാണെങ്കിൽ 3 ലക്ഷം ഉറുപ്പിന്റെ തീരും ഒരാൾക്ക്. അല്ല, ഒരു കുട്ടിക്ക് എത്ര, ഒരു പവന് ഇപ്പൊ എത്ര വേണം? 60 കിട്ടൂല. അപ്പോ 7 14 21 7 2,80,000 സ്വർണത്തിന് വേണ്ടി വരും അല്ലേ? 3 ലക്ഷം ഒരു കുട്ടിക്കോ? 3 ലക്ഷം പക്ഷെ അതത്ര ആളുകളെ പേടിച്ചല്ല. അള്ളാഹു തരാനുള്ള സമ്പത്തിന്റെ അക്കയിൽ അള്ളാഹു നൽകട്ടെ. അതൊന്നും പേടിയില്ല. എനിക്ക് സ്ഥലമുണ്ട്, അത് വിറ്റിട്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ കല്യാണം കഴിച്ച് ഇവിടുന്ന് പുതിയാപ്പിളിനെ ഏൽപ്പിക്കുമ്പോൾ ഇതിന്റെ മുകളിൽ ഉറുപ്പ കട ഉണ്ടാവില്ല. അന്ന് വരുന്ന പുതിയ ഭക്ഷണം പോലും നമ്മൾ എന്ത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചെയ്യും. അതുകൊണ്ട് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അപ്പൊ അപ്പോ നമുക്കിപ്പോ എന്താ അറിയോ, നിക്കാഹിന്റെ സമയം പുതിയാപ്പിളിനെ വീട്ടിൽ നിന്ന് എത്ര ആൾക്കാർ വരും? അതൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ചിക്കണോ? ഇല്ല. അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾ ഇവിടുന്ന് പറയും. പിന്നെ ഇനിയിപ്പോ വന്നാരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ആരാ വന്നത്? മുണ്ടൂരത്താള് വന്നോ? മുണ്ടൂര് ഇപ്പൊ ആരപ്പോ ഇപ്പൊ ഇവിടുന്ന് വന്നത്? കല്ലടിക്കോടോ? ഈ താത്യങ്ങള് മോളെവിടെ? അല്ല, കല്യാണ വിഷയമായിട്ട് വന്നപ്പോ ആരാളുള്ളത്? ഇതിലെഴുതാത്തത്? ചേച്ചിന്റെ പേരെന്താ? അപ്പോ നിങ്ങള് പിന്നെ ഇവലെ അമ്മമാരെവിടെ? അമ്മമാര് നീച്ചുന്നാണ്. അമ്മമാര് നിങ്ങളല്ല, നിങ്ങൾ താത്തന്മാരവിടെ ഇരിക്കൂ, അമ്മമാരെ നിൽക്കൂ. 1 2 3 4 അല്ലേ? അപ്പൊ അതല്ല അടുത്തതേ, പഠിത്ത കല്യാണത്തിന് ബുക്ക് ചെയ്യാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. 5 ആള് നീച്ചിക്കണോ? എവിടെ? 1 2 3 4. നിങ്ങള് ആദ്യം നിങ്ങളോട് ചോദ്യം ചോദിക്കാണ്. നിങ്ങളെ ഭർത്താക്കം, നിങ്ങളെ കെട്ടാൻ പോണ ആളുകളായിട്ട് സംസാരിച്ചിക്കണോ? ചേച്ചി പിന്നെ പുതിയാപ്പിളിന്റെ ആളുകളോട് സംസാരിച്ചിക്കണോ? ഇങ്ങനെ മണ്ണാർക്കാട് വെച്ചിട്ടാണ് കല്യാണം, തങ്ങളാണ് നടത്തി തരുന്നത്, അതൊക്കെ സംസാരിച്ചിക്കണോ? അപ്പോൾ സമ്മതം പറഞ്ഞോ? നിങ്ങൾ സംസാരിച്ചിക്കണോ? നിങ്ങളെ എവിടേക്ക് കെട്ടിച്ചന്? കോട്ടക്കല്ല. നിങ്ങൾ സ്ഥലം എവിടെ? നിങ്ങളെ പേരെവിടെ? നിങ്ങളെ പേരാ? താത്താന്റെ കുട്ടികളെ? അതെ, താത്താന്റെ കുട്ടികളാണ്. താത്താനോടൊക്കെ കെട്ടിച്ചന്? കോട്ടപ്പടി. പുതിയാപ്പിളോട് പറഞ്ഞേക്കണോ? കാക്കാനോട് പറഞ്ഞേക്കണോ? തങ്ങൾ പാപ്പാന്റെ അവിടെ നിൽക്കാതെന്ന് പൂർണ്ണ സമ്മതാണോ? താത്ത പറയും. എവിടേക്കാ കെട്ടിച്ചന്? പാലക്കാട്. പുതിയാപ്പിളക്ക് കാര്യങ്ങളൊക്കെ അറിയോ? ഇവിടുന്നാണ് കല്യാണം അറിയോ? നിങ്ങൾ എവിടേക്കാ കെട്ടിച്ചന്? പുതിയാപ്പിളിനോട് സ്ഥലം എവിടെ? യൂറോപ്പിലോ? കൂടല്ലൂർ. ഞങ്ങൾക്ക് തമിഴ്നാട് മഞ്ചേരിക്ക് കെട്ടിച്ചോണ്ടിട്ട് പുതിയാപ്പിളിന് ആൾക്കാരെ പറഞ്ഞേക്കണോ? തങ്ങൾ പാപ്പന്റെ അവിടെ നിന്നാണ് പറഞ്ഞേക്കണോ? ഇനി അടുത്ത ആള് നിങ്ങൾ പൂർണ്ണ സമ്മതം വാങ്ങിക്കണോ? നിങ്ങളെ സ്ഥലം എവിടെ? എന്നോട് ഇങ്ങനെ പറയും, ഒച്ച ഉണ്ടാവില്ല. ഓരോടെ പുതിയ പരിയിലൊക്കെ ഇങ്ങനെ അവിടുന്ന് പറഞ്ഞ അങ്ങോട്ട് കേൾക്കും. എന്താ പേര്? രംഗല ഇർഫാൻ അല്ലേ? ഇന്നലെ നമ്മൾ അടിമനല്ലേ? ആരടിമന്? നിങ്ങളല്ലേ? നിങ്ങൾ ഇന്നാമൊരു കുട്ടിയെ കൊടുത്തല്ലേ? ഇതിനു മുമ്പ് ഇത് 2ാമത്തെ കുട്ടിയല്ലേ?
നിങ്ങൾ അവിടെ പോയി ചോദിച്ചിട്ട് മജീദിനോട് പോയിട്ട് നിങ്ങൾ എടുത്ത ഞാൻ ഇരിക്കും. അവിടെ നിന്ന് മുടിയൊക്കെ മറക്കുമ്പോൾ എങ്ങോട്ട് കയറുമ്പോ കുറെ നിബന്ധനകളുണ്ട്. ഇങ്ങനെ കെട്ടിട്ട് കേട്ടണം. എന്താ നിന്റെ ഉമ്മയുടെ നിങ്ങളെവിടെ ഉമ്മ എവിടെ പെരുമലയാളി? എന്താ നിങ്ങളെ പേര്? നിങ്ങൾ ദേവർഷോല പരമ്പര സൂറാത്ത പറഞ്ഞതാ? റാബിയത്തുൽ അദബിയ അല്ലേ? നിങ്ങളിപ്പോ സ്ഥലം അതിന്റെ പുതിയാപ്പിളക്കത്തൂർ ഇത് റെഡിയായോ? റെഡിയായോ? അഡ്രസ് കറക്റ്റ് കൊടുക്കണം കേട്ടോ. അപ്പോ ഇവിടുന്ന് ഒരു ഫോം തരും. ഈ ഫോമില് എല്ലാം കറക്റ്റ് ആയിരിക്കണം. മഹല്ല് കമ്മിറ്റിന്റെ സീല് വേണം. മഹല്ല് കമ്മിറ്റിന്റെ സീല് ഇല്ലെങ്കിൽ നമ്മളെ നിക്കാഹ് ചെയ്യാൻ ബുദ്ധിമുട്ടും. മനസ്സിലായോ? ഇവരെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളെ മരുമക്കളെ പെരക്കാരായിട്ട് സംസാരിച്ചിക്കണോ? ഇതെങ്ങനെ ഹിന്ദി പറയാൻ അതിനോട് പറയില്ലേ? എല്ലാവരോടും സംസാരിച്ചിരിക്കണം. ഇനിയൊരു വിഷമം ഉണ്ടാവൂല. അത് നമുക്ക് സന്തോഷമുള്ളൂ. കാരണം 5 രൂപ ലാഭം കിട്ടും. ഇത് ഒഴിവാകുന്നവർക്ക് ഒഴിവാകട്ടോ. ഓർക്ക് എന്റെ വക സമ്മാനം വേറെ ഉണ്ടാവും. കാരണം എന്താ പറയാ, ഇതിപ്പിൽ എവിടുന്ന വരുന്നത്? എവിടെ സ്ഥലം? സ്ഥലം എവിടെ കുട്ടിയ? ഉമ്മ അവിടെ നിൽക്കും. ഉമ്മ അവിടെ നിൽക്ക്. മലയാളി അല്ലേ? സ്ഥലം എവിടെ? മുണ്ടൂർ. എന്താ പേര്? അസീലാണോ? ഇബ്രാഹിം അല്ലേ? മുണ്ടൂർ. ഇന്നലെ വരാണ്ടോ? ുള്ളൂ